Hi students, Namaskaram. Now we are in the fourth class under the head capital gain. In the last class, we have discussed about full value of consideration, cost of acquisition and cost of improvement. Now we are discussing the computation of capital gain. In the case of short-term capital asset, first sales consideration, full value of consideration, deduct expenses solely incurred for the transfer of the asset, selling expenses, we get net consideration. From net consideration, deduct cost of acquisition and cost of improvement. Now we get short-term capital gain or loss. Very simple, no confusion. Deduct cost acquisition and cost improvement from net consideration. We get short-term capital gain or loss. And in the case of long-term capital asset, sales consideration, deduct selling expenses, net consideration. And we have to deduct indexed cost of acquisition and indexed cost of improvement. In the case of short-term capital asset, these were cost of acquisition and cost of improvement. Now it is indexed cost acquisition and indexed cost of improvement. What is indexed cost of acquisition? It is the updated cost of acquisition with the help of cost inflation index. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിന്റെ സഹായത്തോടു കൂടി പണ്ടുണ്ടായിരുന്ന കോസ്റ്റിനെ ഇന്നത്തെ കോസ്റ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്ത കോസ്റ്റ് ആണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് അക്വിസിഷൻ. 2000, 2001, 2002 വന്ന കോസ്റ്റിനെ 2019-20 കോസ്റ്റ് ആയി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള തുകയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് അക്വിസിഷൻ. ദിസ് അപ്ഡേഷൻ ഇസ് ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷനെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. നൗ വി ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഇൻ ദി കേസ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വി ഹാവ് ടു ഡിഡക്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ടു ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നാം കുറയ്ക്കേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്. കോസ്റ്റ് അക്വിസിഷനെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെയും കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിന്റെ സഹായത്തിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. എന്താണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്? ഇറ്റ് ഈസ് ദി ഇൻഡെക്സ് ഡിക്ലെയർഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം ഓൺ ദി ബേസിസ് ഓഫ് ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്മോഡിറ്റീസ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ദി ഇൻഡെക്സ് ഡിക്ലെയർഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം. ഓരോ വർഷവും സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഇൻഡെക്സ് ആണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഫോർ വാട്ട് പർപ്പസ്? ഫോർ അപ്ഡേറ്റിംഗ് ദി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻക്രീസ് ദി പ്രൈസ് ലെവൽ ഓഫ് ക്യാപിറ്റൽ കമ്മോഡിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ക്യാപിറ്റൽ കമ്മോഡിറ്റീസിന്റെ വില വർധനവിനനുസരിച്ച് കോസ്റ്റ് ഓഫ് അക്വിസിഷനെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെയും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഇൻഡെക്സ് ആണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ആൻഡ് ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് 75% ഓഫ് ആവറേജ് റൈസ് ഇൻ ദി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓഫ് അർബൻ നോൺ മാനുവൽ വർക്കേഴ്സ്. അർബൻ ഏരിയയിലെ നോൺ മാനുവൽ വർക്കേഴ്സിന്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഉണ്ടാവുന്ന ശരാശരി വർധനവിന്റെ 75% ആണ് ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. If you are asked what is cost inflation index, the answer is that it is the index declared by the central government for updating the cost acquisition and the cost improvement. And it is based on the increase in the price level of capital commodities in India. It is the 75% of the average rise in the consumer price index for urban non-manual workers. These 3 points have to be noted in the question, what is cost inflation index? Long term capital asset ന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനെയും കോസ്റ്റ് ഇംപ്രൂവ്മെന്റിനെയും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഇൻഡെക്സ് ആണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇന്ത്യയിലെ ക്യാപിറ്റൽ കമ്മോഡിറ്റീസിന്റെ
വില വർധനവിനനുസരിച്ചാണ് ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പ്രഖ്യാപിക്കുക. നോൺ മാനുവൽ വർക്കേഴ്സിന്റെ അർബൻ ഏരിയ അവരുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഉണ്ടാവുന്ന വർധനവിന്റെ ശരാശരി 75% ആണ് ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അപ്ഡേറ്റിംഗ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ or cost improvement of long-term capital asset into present value. It is used for updating the past incurred cost of acquisition into present value. 4-5-3 കൊല്ലം മുൻപ് ഉണ്ടായിരുന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷനെ ഇന്നത്തെ വിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിക്കുക. ഓക്കെ, at present the base year of cost inflation index is 2001-2 and index is 100. Now, in the 2019-20, it is 289. 2001-2002 100 ആയിരുന്നു. ഇപ്പോൾ 2019-20 289. എന്താണ് ഇതിന്റെ അർത്ഥം? 2001-2002 100 രൂപ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ കമ്മോഡിറ്റിയുടെ ഈ കൊല്ലത്തെ വില 289 ആണ്. 289 ഹരണം 100 2.9 ഇരട്ടി വില വർധനവും ഉണ്ടായി. 2004-2005 113 ആണ്. മീനിങ് ഇതാണ്, 2004-05 113 രൂപ ഉണ്ടായിരുന്ന അസറ്റിന്റെ ഇപ്പോഴത്തെ വില 289 ആണ്. ഇത് ബൈഹാർട്ട് പഠിക്കണോ വേണ്ട, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഈ 100 105 ആയതോ 105 109 ആവാനോ മാത്തമാറ്റിക്കൽ ഈക്വേഷൻസ് ഇല്ല. നേരത്തെ പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് കാലാകാലം പ്രഖ്യാപിക്കുന്ന ഇൻഡെക്സ് ആണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അടുത്ത കൊല്ലം എത്ര ആയിരിക്കും? അത് അടുത്ത കൊല്ലം ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ബൈഹാർട്ട് പഠിക്കേണ്ടതില്ല. There is no mathematical equation behind this. Okay. And what is indexed cost acquisition? I get stated that it is the updated cost acquisition with the cost inflation index. Cost inflation index ന്റെ സഹായത്തോടു കൂടി കോസ്റ്റ് ഓഫ് അക്വിസിഷനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. In the long term capital asset, we have to compute indexed cost acquisition. What is indexed cost acquisition? It is the conversion of cost of acquisition in the proportion of cost inflation for the year of transfer into the cost inflation index of year of acquisition. വാങ്ങിയ വർഷത്തെ ഇൻഡെക്സും വിറ്റ വർഷത്തെ ഇൻഡെക്സും തമ്മിലുള്ള അനുപാതത്തിൽ വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് ഡിവൈഡ് ബൈ വിറ്റ വർഷത്തെ ഇൻഡെക്സ്, ഈ റേഷ്യോയില് കോസ്റ്റ് ഓഫ് അക്വിസിഷനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഫോർ എക്സാമ്പിൾ, purchased an asset on 2001-2 for rupees 1 lakh. Now it is sold during the previous year 2019-20. See, what is index of 2001-2? It is 100. Cost inflation index for the 2001-2 100. Cost inflation index for the year 2019-20 289. See, index for the year transfer 289. Index for the year of acquisition 100. We have to convert this 1 lakh in the proportion of 289 and 100. 289 100 എന്ന അനുപാതത്തിൽ എന്താണ് അർത്ഥം? 289 ഹരണം 100. ഈ റേഷ്യോയിൽ കോസ്റ്റ് അക്വിസിഷൻ ആയ 1 lakhനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് അക്വിസിഷൻ. That is equal to 1 lakh cost acquisition into 289. That is index for the year transfer ഹരണം 100. വിറ്റ കൊല്ലത്തെ ഇൻഡെക്സിന് ഗുണിച്ചു വാങ്ങിയ വർഷത്തെ ഇൻഡെക്സിന് ഹരിച്ചു. We get 2,89,000. It is the indexed cost of acquisition. Okay. In the case of capital asset acquired on or after 1st April 2001, indexed cost acquisition is equal to cost into cost inflation index for the year of transfer divided by cost inflation index for the year of acquisition. 1/4/2001 ശേഷം വാങ്ങിച്ച അസറ്റ് ആണെങ്കിൽ വിറ്റ കൊല്ലത്തെ ഇൻഡെക്സിന് ഗുണിക്കുന്നു, ചെലവ് വന്ന വർഷത്തെ ഇൻഡെക്സ് കൊണ്ട് ഹരിക്കുന്നു. And if the asset was acquired before 1st April 2001, multiplied with the index for the year of transfer divided by the index for the year of 2001-2, because there were no index before 1st April 2001. 1/4/2001 മുൻപ് ഇൻഡെക്സ് ഇല്ല. അതുകൊണ്ട് 1/4/2001 മുൻപ് വാങ്ങിച്ച അസറ്റ് ആണെങ്കിൽ ഇൻഡെക്സ് ഫോർ ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻഡെക്സ് ഫോർ ദി ഇയർ ഓഫ്
2001 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Okay. Then what is indexed cost improvement? Like cost of acquisition, in the case of long-term capital asset, we have to update cost of improvement. That is indexed cost of improvement. Cost of improvement into cost inflation index for the year of transfer divided by cost inflation index for the year of improvement. 1-4-2001 മുൻപ് വരുന്ന കോസ്റ്റ് ഇംപ്രൂവ്മെന്റ് എടുക്കില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ കോസ്റ്റിനെ വിറ്റ വർഷത്തെ ഇൻഡെക്സിൽ ഗുണിക്കുക, ഏത് വർഷമാണ് ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് ആ വർഷം കൊണ്ട് ഹരിക്കുക. ദിസ് ഇസ് ദി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഇംപ്രൂവ്മെന്റ്. In the case of depreciable asset, what is a depreciable asset? On those assets on which assessee can claim depreciation. Depreciation claim ചെയ്യാൻ സാധിക്കുന്ന അസറ്റുകളാണ് depreciable assets. Those assets used in the business. ബിസിനസ്സിൽ ഉപയോഗിച്ച അസറ്റുകൾ. Like building, plant, machinery, furniture. In the last class, we discussed that depreciable assets are always short term. They are always short term. Their date of acquisition and cost of acquisition are not to be considered. അവർ വാങ്ങിയ വർഷവും വാങ്ങിയ വിലയും നോക്കേണ്ട കാര്യമില്ല. They are always short term. And in the case of depreciable asset, short term capital gain is equal to sales consideration minus open return down value. Sales consideration നിന്നും ഓപ്പന് റിട്ടേൺ ഡൗൺ വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ 1st April 2019 റിട്ടേൺ ഡൗൺ വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് short term capital gain. These are the methods for computing capital gain in the case of short term capital asset, long term capital asset and depreciable asset. So thank you.